ഇന്ന് നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി മുറിക്കുകയാണ് ഗൈസ്. പ്രശസ്ത പച്ചക്കറി മുറിക്കാരി നീതുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആയുധങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഈസ് അവർ തോട്ടം. സംഗീതേച്ചിയും അനുപേട്ടനും പരിപാലിച്ച് വളർത്തിയ ചീരത്തോട്ടം. ചുവന്ന ചീര. ദിസ് ഈസ് റെഡ് ചീര. മുറിച്ച ചെടികളോട് അനുവാദം ചോദിച്ചിട്ട് വേണം ഒന്നും മുറിക്കാൻ. കാരണം they also have feelings, emotions, anxiety, പേടി എല്ലാം ഉണ്ട്. മനുഷ്യരെ പോലെ തന്നെ. ഈ പഠനം അടുത്താണ് തെളിയിക്കപ്പെട്ടത്. അപ്പൊ നമ്മളൊരു ജന്തുവിനെ കൊല്ലുമ്പോൾ മാത്രം വിഷമിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഒരു ചെടിയെ നുള്ളുമ്പോഴും അറുക്കുമ്പോഴും വേണ്ടത്. കാരണം അവർക്കും ചെടി മുറിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആങ്സൈറ്റി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ അവർക്കും ജീവനുണ്ട്. ഇതോ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ആഘോഷിക്കായിരിക്കും. മിക്കവാറും ഫോണുമ്മലും കാര്യത്തിലൊക്കെ കുടിയും കിടക്കായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ ആസ് എ ടീച്ചർ, അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആക്ടിവിറ്റികൾ നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഉല്ലാസത്തിനും വളരെയധികം നല്ലതാണ്. എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക അല്ലേ? എന്തെങ്കിലുമൊക്കെ വെച്ച് നടുക, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. നല്ല സാധനം. ഇത് നല്ലതല്ല, നല്ല വീട്ടിലുണ്ടാക്കണ. പിന്നെ ജൈവ വളങ്ങൾ മാത്രം, രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ നമ്മൾ വളരെ ഫ്രഷായിട്ട് അതിനേക്കാൾ പൈസ കൊടുത്ത് നമുക്ക് എവിടെയും കിട്ടും. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മെന്റലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വെള്ളമൊഴിച്ച വളമിട്ട ഒരു സാധനം കൈകൊണ്ട് മുറിച്ച് നമ്മൾ കഴിക്കുമ്പോഴൊരു സുഖം എന്ന് വേറെ തന്നെയാണ്. സോ ഇത്രയും ചീര നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. വഴുതന തോട്ടത്തിലേക്ക് വന്നു. തോട്ടം എന്ന് പറയാനില്ല, എന്നാലും ചെറിയ രീതിയിൽ റോഡ് സൈഡിലാണ്. അതെ, നല്ല സൗകര്യത്തിൽ ചെയ്യാന്നുള്ളതാണ്. വലിയ പാടങ്ങളൊക്കെ കിട്ടി വലിയ സെറ്റപ്പായിട്ട് ഇതൊക്കെ തുടങ്ങാന്നുള്ള രീതിയിലൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കൂല. ഉള്ളത് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ് എന്നാണ്. ഉള്ളത് വെച്ച് തുടങ്ങാം. രസാണല്ലേ അതൊക്കെ. ഈ കൂട്ടത്തിൽ ചേരാതെ പാവം ഒരു മുറിവ് പറ്റിയ ഒരു രോഗിയായ വഴുതനുണ്ട്. എന്തായാലും നമ്മൾ എടുക്കുകയാണ്. പറ്റുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റത്തെയാണ് കഴിഞ്ഞു. ഇതോടുകൂടി വഴുതന പരിപാടി കഴിയാണ്. ലാസ്റ്റത്തെ ആളിച്ചിരി വയസ്സുണ്ട്. വീട്ടിലെ കാരണവരാണ്. നല്ല പ്രായമുണ്ട്. ഒരു പാത്രം വഴുതന നമുക്ക് കിട്ടിയത് ഒരുപാടുണ്ട്. നമ്മൾ ചെറുതെന്ന് തോന്നുമെങ്കിലും നിസാരെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഒരു ദിവസത്തേക്കുള്ള പാചകത്തിന് വേണ്ടുന്ന ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും. എഫേർട്ട് മാത്രം മതി. അപ്പോൾ അതെല്ലാവർക്കും ശീലിക്കാവുന്നതാണ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലത്തിനും സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം. കുറച്ച് സ്ഥലമുള്ളെങ്കിലും ചെയ്യാം.